സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ ടൂൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് ഈ സെലക്ഷൻ ടൂൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കിതിനെ ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞ ടൂൾസ് ഒന്നുമില്ല. പക്ഷേ 3 ടൂളുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ്. അത് സെലക്ഷൻ ടൂൾ തന്നെയാണ്. എങ്കിലും അതിനൊരു മറ്റ് പല പേരുകളാണ് അത് അറിയപ്പെടുന്നതെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാൻ പോകുന്നത് റെക്ടാങ്കിൾ മാർക്ക് ടൂൾ എന്ന് പറയുന്ന ടൂളാണ്. അത് റെക്ടാങ്കിൾ മാർക്ക് മാത്രമല്ല, എലിപ്റ്റിക്കൽ മാർക്ക് എന്ന് പറയും. അപ്പോൾ മാർക്ക് ടൂൾ എന്ന് നമുക്കതിനെ പറയാം. ഓക്കെ. ഈ മാർക്ക് ടൂൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ബേസിക്കലി നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പിലാണ് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഇമേജസിനെ അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു പോർഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് എങ്ങനെയാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കത് നോക്കാം എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിവിടെ റെക്ടാങ്കിൾ മാർക്ക് ടൂൾ ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സെലക്ട് ചെയ്ത് ഞാനത് കാണിച്ചു തരാം. അതായത് ജസ്റ്റ് നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഒക്കെ വരയ്ക്കുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ സെലക്ട് ആയി. ഇനിയിപ്പോൾ നമുക്ക് അതിങ്ങനെ ഈ ഒരു ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ ഐക്കൺ ആയിരിക്കും വരുന്നത്. ഇത് സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സെലക്ട് ആയി കഴിഞ്ഞു. ഇത് സെലക്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ ഇത്രയും പോർഷനാണ് വേണ്ടത്. അപ്പോൾ എനിക്കിതിനി സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 2 ഓപ്ഷനുണ്ട്. ലെയർ വിയ കോപ്പി ഉണ്ട്. ലെയർ വിയ കട്ടും ഉണ്ട്. ന്യൂ ലെയറും ഉണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ലെയർ വിയ കോപ്പി എടുക്കാം. അതായത് ആ ഒരു ഇമേജിൻ്റെ കോപ്പി. അതായത് അടിയിലത്തേത് ഡാമേജ് ആവാതെ നമുക്കത് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ലെയർ വിയ കോപ്പി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിപ്പം ഓൾറെഡി സെലക്ട് ആയി കഴിഞ്ഞു. ഇനി മറ്റൊരു ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്കത് ലെയർ വിയ കട്ടും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കൂടെ നോക്കാം. ലെയർ വിയ കട്ട് എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്. ഈ ലെയർ വിയ കട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ അത് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൻ ഇമേജ് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ 2 മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ല ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഡാമേജ് ആയിട്ടാണ് വേണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് മാത്രം എടുക്കാം. ഓക്കെ. സോ അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ഇനി എനിക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. റൗണ്ടായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഞാനിവിടെ റെക്ടാങ്കിൾ മാർക്ക് ടൂളിൽ പോകുന്നു. അവിടെ നമ്മുടെ മറ്റൊരു ടൂളായിട്ടുള്ള എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു. അതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റോടെ സെറ്റായിട്ട് വരും. ഓക്കെ. ഇതിപ്പോൾ പ്രോപ്പർ അല്ല. പക്ഷേ എന്നാലും നമുക്കൊന്ന് ഒരു ഫ്രീ ട്രാൻസ്ഫോം ഒക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ സോറി. ഓക്കെ. അതിപ്പോൾ ഓൾറെഡി കട്ടായി കഴിഞ്ഞു. പക്ഷേ അത് കട്ടാവാതിരിക്കാനുള്ള ഒരു ഓക്കെ. ഞാനൊന്ന് റൈറ്റ് ക്ലിക്ക് സോറി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് കറക്റ്റ് പോർഷനിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഞാനിവിടെ സെലക്ട് ട്രാൻസ്ഫോം സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ജസ്റ്റ് ലെയർ വിയ കോപ്പി ഡാമേജ് ആവാതെ തന്നെ എടുക്കുന്നു. ഓക്കെ. കണ്ടോ ഇതിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളത് ഇതായി. ഇനിയിപ്പോൾ മുമ്പേ ഞാൻ കാണിച്ചതുപോലെ തന്നെ വീണ്ടും ഞാനിവിടെ ആ റെക്ടാങ്കിൾ ടൂള് അല്ല സോറി എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എടുത്തിട്ട് ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് ഓൾറെഡി കട്ടായി കഴിഞ്ഞു. അത് കട്ടായിട്ട് നമുക്കിനി എത്രത്തോളം അത് വേണം അല്ലെങ്കിൽ എത്രത്തോളം അത് വേണം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അത് കട്ടായി. ഇനി അത് ലെയർ വിയ കട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഡാമേജ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റെക്ടാങ്കിൾ മാർക്ക് ടൂളും എലിപ്റ്റിക്കൽ മാർക്ക് ടൂളിൻ്റെ ബേസിക് യൂസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഷേപ്പ് കട്ട് ചെയ്യാൻ ഇപ്പോൾ ബേസിക്കലി 2 ഷേപ്പ് ഇതിനകത്ത് വരുന്നുള്ളൂ. എന്നാൽ ഷേപ്പ് കട്ട് ചെയ്യാൻ പറ്റാത്ത അടുത്ത കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് ലാസോ ടൂളാണ്. അതായത് ഈ ലാസോ ടൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലിപ്റ്റിക്കലിൻ്റെയോ അല്ലെങ്കിൽ മാർക്ക് ടൂളിൻ്റെ കൂട്ടൊന്നുമല്ല. അതായത് അതിന് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഷേപ്പ് അല്ലെങ്കിൽ സ്പെസിഫിക് റീജിയൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ മാത്രമേ അത് പറ്റൂ. അതിന് കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ലാസർ ടൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. അതായത് ഫ്രീ ഫോം ആണിത്. അതായത് ഫ്രീ ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത്
നമുക്ക് ഏത് ഷേപ്പിലും നമുക്കിത് കസ്റ്റം ഷേപ്പിലായിട്ട് നമുക്കത് കട്ട് ചെയ്യാം. അതിന് ഞാനിപ്പം ഒരു കട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, അത് കോപ്പി ചെയ്യോ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്കത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഇപ്പം ദാ എനിക്ക് ഈ ഒരു പോർഷൻ എനിക്കിപ്പം ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എനിക്ക് കളയണം എന്നാണ് എൻ്റെ ഒരിതെന്ന് ഉണ്ടെങ്കിൽ, ഞാനത് ജസ്റ്റ് നമ്മൾ ആ ലാസർ ടൂൾ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാസർ ടൂൾ ഫോം ചെയ്യും. ആ ലാസർ ടൂൾ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കൂടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ. സോ ഇതിപ്പോൾ വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ എനിക്കിത് ഡിലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോകാതെ നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഇതാണ്, നമ്മൾ എഡിറ്റിൽ പോവുക. എഡിറ്റിൽ പോയിട്ട് കണ്ടന്റ് അവെയർ ഫിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യും. ഓക്കെ. അപ്പം ഇത് ഒരു മെത്തേഡാണ്. അതിപ്പം ഡിലീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം അതിന് മാറ്റണമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതായത് ഇപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് അൺഡു അടിച്ചിട്ട് വരികയാണ്. അപ്പോൾ എനിക്കിപ്പം ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്, നമ്മൾ ആ സെലക്ട് ജസ്റ്റ് അവിടെ വെച്ചിട്ട് നമുക്കതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് ഒന്ന്, കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരും. ഇപ്പം ഇതാ ഇവിടെ, എന്നിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ വീണ്ടും നമുക്കതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലാസർ ടൂൾ എന്ന് പറയുന്നത് നമുക്കിപ്പം സിമ്പിളായിട്ടുള്ള ടൂൾ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ ലാസർ ടൂൾ വെച്ച് തന്നെ നമുക്ക് ഇപ്പം മാസ്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം ലാസർ ടൂൾ മാത്രമല്ല, അതിനകത്ത് പോളിഗൺ ലാസർ ടൂൾ എന്ന് പറഞ്ഞാൽ, അത് പോളിഗൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്ന രീതിയിൽ, അതായത് ഇപ്പം ജസ്റ്റ് നമ്മുടെ ഈ പണ്ടത്തെ പെയിൻറ്റിനകത്തൊക്കെയുള്ള പോളിഗൺ ടൂൾ പോലെ തന്നെ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് ഓട്ടോമാറ്റിക് സെലക്ട് ആയി. അപ്പോൾ വീണ്ടും നമുക്ക് എന്താണ് ആവശ്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പ്രൊസീജിയർ എങ്ങനെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യുക. സോ ഇതാണ് ഇപ്പോൾ പോളിഗണും ലാസർ ടൂളും നോർമൽ ലാസർ ടൂളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി ഇത് കൂടാതെ മറ്റൊരു ടൂളും കൂടെ ഉണ്ട്. മറ്റൊരു സെലക്ഷൻ ടൂളുണ്ട്. അത് വേറൊന്നുമല്ല. അതിന് 3 ടൈപ്പ് ഉണ്ട്. ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള്, ക്വിക്ക് സെലക്ഷൻ ടൂള്, മാജിക് വാൻ ടൂള്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലും ഈസിയുമാണ്. അതായത് ഇപ്പം ഞാൻ ഒബ്ജക്റ്റ് സെലക്ഷൻ എടുക്കുവാണെങ്കിൽ, കണ്ടില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി എല്ലാം ഡിക്റ്റേറ്റ് ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഒരു സ്ക്വയർ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വരയ്ക്കുന്നു. അപ്പോൾ കുറച്ച് നേരം പ്രോസസ്സ് ചെയ്യാൻ ടൈം എടുക്കും. ഓക്കെ. പ്രോസസ്സ് ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ളത് കൊണ്ട് നമുക്കത് ഇവിടെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട്. കണ്ടില്ലേ? കണ്ടില്ലേ? ഇത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവല് AI ലെവലാണ്. അത് മാത്രമല്ല, നമുക്കതിന് ഇൻഡിവിജ്വലായിട്ട് നമുക്കിതിനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഇത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നു ഡിറ്റക്റ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ അതാണ് എനിക്ക് സെലക്ട് ചെയ്ത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ട് ഞാൻ ജസ്റ്റ് കോപ്പി കൊടുക്കുന്നു. ഓഹ്! യാഹ്! സിമ്പിൾ. സോ സിമ്പിൾ. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതായിരിക്കും ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരിപ്പം ചിലപ്പം ഇതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനും പരിധികളൊക്കെ ഉണ്ട്. ചില സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ ലാസർ ടൂളൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെൻ ടൂൾ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പെൻ ടൂളിനെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ പെൻ ടൂൾ അധികം ആരും യൂസ് ചെയ്യാറില്ല. കൂടുതലും ഇപ്പം ടെക്നോളജിയാണ് ആൾക്കാരിപ്പം കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എങ്കിലും പെൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂളാണ്. ഓക്കെ. സോ ഒബ്ജക്റ്റ് സെലക്ഷൻ, ക്വിക്ക് സെലക്ഷനും എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കിപ്പോൾ അത് ഇത്രയും വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോറി. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിറ്റക്റ്റ് ആവുന്നു. അപ്പം ഇത് അതുപോലെ തന്നെ ഇതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡിറ്റക്റ്റ് ആവുന്നു. ഇനി നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു നെഗറ്റീവ് സിംബൽ ഉണ്ട്. അതിങ്ങനെ ജസ്റ്റ് ആക്ഷൻ ചെയ്യാൻ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പോകാൻ സാധിക്കും. ഓക്കെ. മാജിക് വാൻ ടൂളിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല തൽക്കാലം. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് ഇതുപോലെ സിമ്പിളായിട്ട് ആ ഒരു റീജിയൻ വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും. കൂടുതലും റീജിയൻ ബേസ്ഡ് ആയിട്ടാണ്. പക്ഷേ എങ്കിലും ഒബ്ജക്റ്റ് സെലക്ഷൻ, അതായത് ക്വിക്ക് ഒബ്ജക്റ്റ് സെലക്ഷൻ
ഈ ടൂളാണ് കൂടുതലും ആൾക്കാർ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഈസി ആയിട്ട് വളരെയധികം ചെയ്യാൻ പറ്റുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഓക്കെ. സോ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ എൻഡാണിത്. ബിക്കോസ് സിമ്പിളായിട്ട് നിങ്ങളുമായിട്ട് ഒരു സെലക്ഷൻ ടൂളിനെ പറ്റിയിട്ടൊരു ഒരു ഒരു വീഡിയോ ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയൽസ്, ടൂൾസിൻ്റെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.